സുഹൃത്തുക്കളെ, നമ്മളിന്ന് പോകുന്നത് കമ്പത്തിനാണ്. കമ്പം നമ്മുടെ മുന്തിരിപ്പാടമൊക്കെ കാണാനാണ് പോകുന്നത്. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നതാണ്. അപ്പോൾ റൂട്ടോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ നെടുങ്കണ്ടത്തു നിന്ന് കമ്പംമെട്ട് വന്ന് കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിലേക്ക് ചെക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ മുന്തിരിപ്പാടത്തിലേക്കുള്ള റൂട്ടൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ കമ്പം ഇറങ്ങിയിട്ട് എങ്ങോട്ടൊക്കെയാണെന്ന് നോക്കി നമുക്ക് കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഞാനും കൂട്ടുകാരൻ ബിബിനും ഉണ്ട്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു ഹെയർ പിൻ വളവുകളൊക്കെ ഇറങ്ങി പോകുന്ന അതിമനോഹരമായ കാഴ്ചയൊക്കെ കണ്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള ഒരുപാട് കാഴ്ചകളും കണ്ട് നമുക്ക് മുമ്പോട്ട് തന്നെ പോകാം. എൻ്റെ പിന്നിലോട്ടൊന്ന് നോക്കിയേ, ഇതുണ്ടോ നമ്മുടെ ചോളം നിൽക്കുന്നത്. തമിഴ്നാട് ഇറങ്ങിയപ്പോൾ കണ്ടൊരു മനോഹരമായ കാഴ്ചയാണ്. നിറയെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതാ മല ഇറങ്ങിയാണ് ഇടുക്കിന്ന് വന്നതാണ്. അപ്പോൾ നോക്കിയേ, ഇതൊക്കെ കാണാൻ പറ്റിയത് വളരെ ഭാഗ്യം. തൊട്ടപ്പുറത്താണ് എല്ലാം വിളവെടുത്ത് കഴിഞ്ഞ് കത്തിച്ച് കളഞ്ഞ് നിർത്തിയേക്കുവാണ്. അപ്പോൾ വളരെ മനോഹര സന്തോഷം തോന്നുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇതാ ഈ ചോളപ്പാടമൊക്കെ. എനിക്ക് തോന്നുന്നത് പോപ്കോണൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചോളമാണെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് എനിക്കറിയില്ല, ആദ്യമായിട്ട് കാണുന്നതാണ് ഈ ഒരു വിളവ്. ഇത്രയും നാൾ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഈ ഒരു കമ്പം റൂട്ട് വന്നതിന് ശേഷം. നല്ല മലകളും എല്ലാം കാണാം. തമിഴ്നാട്ടിലോട്ട് ഇറങ്ങുമ്പോൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയണ്ടല്ലോ, എങ്ങ് നോക്കിയാലും പുളി. അതുപോലെ ഒരു പുളിമരത്തിൽ നിന്നത്തെ പുളിയാണ് ഈ കാണുന്നത്. എങ്ങ് നോക്കിയാലും പുളിയൊക്കെ കായ്ച്ചു തുടങ്ങി. നിറയെ പുളിയുണ്ട് ഇങ്ങോട്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ വണ്ടി നിർത്തി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടാണ്. ഇനി അല്ലെങ്കിൽ കാട്ടിലോട്ട് പോകണം. ഇവിടെ എല്ലാം എന്തേ പുളിമരം നിൽപ്പുണ്ട്, കണ്ട. ഇതിലെല്ലാം നിറയെ കായുമുണ്ട്. നമുക്ക് ഒരെണ്ണം പറിച്ചെടുക്കാം. അവിടെ അണ്ണന്മാർ കണ്ട ഓടിക്കുമെന്ന് അറിയത്തില്ല, എന്നാലും ഒരെണ്ണം എടുത്തു. നമ്മളൊരു പുളി പറിച്ചെടുത്തല്ലോ, ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി ടേസ്റ്റ്. പഴുത്തിട്ടില്ല, എന്നാലും പുളിയുടെ പുളി സാധനം. അപ്പോൾ നമുക്ക് പോകാൻ ഇനി കുറച്ച് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഞങ്ങൾ റൂട്ടൊക്കെ കണ്ടുപിടിച്ചു. നമ്മുടെ മെട്ടിറങ്ങി വന്നതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് ഏകദേശം ആ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ട് വരാൻ. അതായത് നമ്മുടെ ഈ അപ്പാച്ചിപ്പണ്ണ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ 400 ഏക്കറോളം കൃഷിയുണ്ട്. അതിൽ മുന്തിരിയും തെങ്ങും വാഴയും ഇങ്ങനെ പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളിവിടെ ഒരു മലയാളീസ് ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അതിപ്പോൾ ഇതാ എൻ്റെ പിന്നിൽ കാണാം. പിന്നെ ഇവിടെ 2 മുന്തിരിത്തോട്ടം ഉള്ളത്. ഒന്ന് ജെനീസ് മുന്തിരിത്തോട്ടവും അതോടൊപ്പം തന്നെ MSR മുന്തിരിത്തോട്ടവും. അപ്പോൾ ഞങ്ങൾ ഈ ടൗണിൽ തന്നെയാണ് ഉള്ളത്. നമ്മുടെ പുറയിൽ കാണാൻ സാധിക്കും ഇവിടുന്ന് എൻട്രൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെ പോയിട്ട് മുന്തിരിയൊന്നും പറിക്കരുത്. അങ്ങനെ പറിച്ച് പിടിച്ചിട്ടുണ്ട് 500 രൂപ ഫൈനുണ്ടാവും. കാരണം അവരുടെ കഷ്ടപ്പാട് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ജെനീസ് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ ജെനീസ് മുന്തിരിത്തോട്ടത്തിലോട്ട് പോകാൻ നിന്നതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ അടച്ചിട്ടേക്കുവാണ്, അങ്ങോട്ട് കടത്തി വിടുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനിയിപ്പോൾ MSRലോട്ട് നേരെ പോകാം. ഇവിടെ മുന്തിരിയൊക്കെ ഞങ്ങൾ വാങ്ങാൻ വന്നപ്പോൾ കിലോയ്ക്ക് 2 കിലോയ്ക്ക് 120 രൂപയ്ക്കാണ്. അപ്പോൾ നമ്മൾ ഒരു ബാഗ് വാങ്ങുന്നുണ്ട്. അത്ര വില കുറച്ചൊക്കെ കിട്ടും. നല്ല ക്വാളിറ്റിയുള്ള മുന്തിരിയാണ്. അപ്പോൾ നിറയെ ഈ റോഡിൽ ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തോട്ട് കിടക്കാൻ. അപ്പുറത്തോട്ട് കടന്നെങ്കിൽ ഇതാണ് MSR മുന്തിരിയുടെ ടോപ്പിലോട്ടുള്ള ഒരു എൻട്രൻസ്.
ഭയങ്കര കുരുവാണ് തെങ്ങിൻ്റെയൊക്കെ. അങ്ങനെ നമ്മൾ മുന്തിരിപ്പാടത്തിൻ്റെ എൻട്രൻസിലോട്ട് കയറി കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മുന്തിരിത്തോട്ടത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് മുന്തിരിയൊക്കെ പറിക്കരുതെന്നൊക്കെ പറഞ്ഞു. ഇത്ര മനോഹരം ആദ്യമായിട്ടാണ് കാണുന്നത് ലൈഫിൽ. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ പുതിയ തളിപ്പുകളൊക്കെ അടിച്ചു വരുന്നു. അടിപൊളി കാഴ്ചകളാണ്. എല്ലാം വിളഞ്ഞു വെക്കുന്നു. പഴുത്ത് അധികമായി പോയേക്കുന്നുണ്ടോ? കുറേ ആൾക്കാർ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട്. യൂട്യൂബർ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഞങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കും. പറയും ഇയാള് ഞങ്ങളുടെ പണിക്കാരെന്ന് പറയും. ഞാൻ ഇതൊക്കെ കണ്ടിട്ട് നാളെ പറയണം. ഞങ്ങളിവിടെ ഒരു അണ്ണൻ്റെ അടുത്ത് വന്ന് വെച്ച് മുന്തിരി വാങ്ങിച്ച് 120 രൂപയേ ഉള്ളൂ 2 കിലോയ്ക്ക്. അല്ലേണോ? ഫ്രഷ് മുന്തിരി 2 കിലോ. അപ്പോൾ നമ്മുടെ ഒരു വഴിയോരത്ത് കണ്ട ഒരു ഷോപ്പാണ്. പക്ഷെ ആ മുന്തിരിത്തോട്ടത്തിനുള്ളിൽ പോയി കഴിഞ്ഞപ്പോൾ 3 കിലോയ്ക്ക് 320 രൂപ അത്ര എങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി വന്നാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് കരിക്കുവെള്ളം കുടിച്ചത് ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ വഴിയോര കച്ചവടത്തിലാണ് ഇച്ചിരൂടെ മുന്തിരി നോക്കിയപ്പോൾ നല്ല ഫ്രഷ് മുന്തിരിയായിരുന്നു. അപ്പോൾ
അപ്പോൾ ഞാനിവിടുന്ന് മുന്തിരിയും അതോടൊപ്പം തന്നെ ചുരക്ക അത് ഇവിടെ വന്നപ്പോൾ കണ്ടാണ്. പിന്നെ അപ്പുറം ചോളമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മുടെ മില്ലറ്റ്സ് ഐറ്റംസ് എല്ലാം. അപ്പോൾ നമ്മൾ ഈ ഒരു വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ അപ്പാച്ചിപ്പണ്ണയിൽ നിന്ന് നമ്മൾ തിരികെ വീട്ടിലോട്ട് പോവാണ്. നല്ല കാഴ്ചകൾ, ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഈ മുന്തിരിത്തോട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ വളരെ നല്ലൊരു ഹാപ്പി ആയിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇവിടെ 95% മലയാളികളാണ് വരുന്നത്. അതുകൊണ്ട് എങ്ങ് നോക്കിയാലും മലയാളത്തിലുള്ള ബോർഡുകളും ഒക്കെ കാണാം. അതോടൊപ്പം തന്നെ മലയാളി ഹോട്ടലപ്പുറം കണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു, വലിയ വിലയില്ലായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. മലയാളികളാണ് ഇവിടെ, എങ്ങ് നോക്കിയാലും മലയാളികളാണ് കൂടുതൽ. തമിഴ്സ് ഇവിടെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു, ഇവിടെ ഈ വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.